നമോ തസ്സ ഭഗവതോ അർഹതോ സമ്മാ സംബുദ്ധസ്സ. നമോ തസ്സ ഭഗവതോ അർഹതോ സമ്മാ സംബുദ്ധസ്സ. നമോ തസ്സ ഭഗവതോ അർഹതോ സമ്മാ സംബുദ്ധസ്സ. നമോ ബുദ്ധായ. യമകവകം ഗാഥ 2. മനോപുബ്ബംഗമാ ധമ്മാ മനോസേത്ത മനോമയ മനസാ ചേപസന്നേന ഭാസതി വാ കരോതി വാ തദോനം സുഖമന്വേതി ഛായാ വാ അനപായിനി. മനോപുബ്ബംഗമാ ധമ്മ. എല്ലാ പ്രവൃത്തികളുടെയും തുടക്കം മനസ്സിലാണ്. മനോസേത്ത മനോമയ. മനസ്സാണ് പ്രധാനം. എല്ലാം മനസ്സിൽ നിന്നാണ് രൂപപ്പെടുന്നത്. മനസാച്ചെ പസന്നേന. ഒരാൾ നിർമ്മലവും പ്രസന്നവുമായ മനസ്സോടെ ഭാസദീവ കരോദിവ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ തദോനം സുഖമന്വേതി. സുഖം അവനെ പിന്തുടരും. ഛായാവ അനപായിനി. ഒരിക്കലും വിട്ടുപോകാത്ത നിഴൽ പോലെ. ആദ്യ ഗാഥയിൽ ഭഗവാൻ ബുദ്ധൻ മലിനമായ മനസ്സിന്റെ ഫലം ദുഃഖമാണെന്ന് പഠിപ്പിച്ചു. രണ്ടാം ഗാഥ അതിന്റെ മറുവശമാണ്. ശുദ്ധവും പ്രസന്നവുമായ മനസ്സിൽ നിന്ന് ഉയരുന്ന വാക്കുകളും പ്രവർത്തികളും സുഖത്തിലേക്ക് നയിക്കുന്നു. ഇവിടെ പസന്നേന എന്ന പദത്തിന് വളരെ ആഴമുള്ള അർത്ഥമുണ്ട്. അത് വെറും സന്തോഷമുള്ള മനസ്സ് എന്നല്ല, മറിച്ച് ലോഭം, ദ്വേഷം, മോഹം എന്നിവയിൽ നിന്ന് മുക്തമായ വിശ്വാസവും കരുണയും മൈത്രിയും നിറഞ്ഞ മനസ്സ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത്തരം മനസ്സിൽ നിന്ന് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിൽ ആന്തരിക സമാധാനവും സന്തോഷവും വളരുന്നു. അത്തരം വ്യക്തിയുടെ സാന്നിധ്യം മറ്റുള്ളവർക്കും ആശ്വാസമാകുന്നു. ഛായാവ അനപായിനി എന്നാണ് ഭഗവാൻ ഉപമിക്കുന്നത്. വിട്ടുപോകാത്ത നിഴൽ എന്നർത്ഥം. നിഴൽ എപ്പോഴും ശരീരത്തോടൊപ്പം ഉണ്ടാകുന്നത് പോലെ ശുദ്ധമായ മനസ്സോടെ ചെയ്ത കുശലകർമ്മങ്ങളുടെ ഫലമായ സുഖവും കർമ്മം ചെയ്തവനെ പിന്തുടരും. ഈ സുഖം വെറും ഭൗതിക സൗകര്യമല്ല. മനസ്സമാധാനം, നിർഭയം, ആത്മസന്തോഷം, ആത്മീയ പുരോഗതി എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. മനസ്സിന്റെ ശുദ്ധിയാണ് യഥാർത്ഥ സന്തോഷത്തിന്റെ അടിസ്ഥാനം. കരുണയും മൈത്രിയും നിറഞ്ഞ ചിന്തകൾ ജീവിതത്തെ പ്രകാശപൂരിതമാക്കുന്നു. നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന കർമ്മങ്ങൾ സുഖകരമായ ഫലങ്ങൾ നൽകുന്നു. സുഖം പുറം ലോകത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്നതല്ല, അത് ശുദ്ധമായ മനസ്സിൽ നിന്നാണ് ഉദയം ചെയ്യുന്നത്. കുശലകർമ്മങ്ങൾ ഒരിക്കലും നിഷ്ഫലമാകുന്നില്ല. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നാം എങ്ങനെ അനുഭവിക്കുന്നു എന്നത് അവയെ നാം എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. തെറ്റായ രീതിയിൽ അവയെ മനസ്സിലാക്കിയാൽ ദുഃഖമാണ് അനുഭവിക്കുക. ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ സന്തോഷവും. നമ്മുടെ സന്തോഷവും ദുഃഖവും നമ്മുടെ ചിന്താരീതിയെ ആശ്രയിച്ചിരിക്കുന്നു. ഈ 2 ഗാഥകളിലൂടെ ഭഗവാൻ ബുദ്ധൻ നൽകുന്ന പ്രധാന സന്ദേശം ഇതാണ്: തെറ്റായി ചിന്തിച്ചാൽ ദുഃഖം, ശരിയായി ചിന്തിച്ചാൽ സന്തോഷം. ഈ വ്യാഖ്യാനത്തിൽ പറയുന്ന ചിന്ത എന്നത് വെറും മനസ്സിലൂടെ കടന്നുപോകുന്ന ആശയം മാത്രമല്ല, ഉദ്ദേശപൂർവം ചെയ്യുന്ന കർമ്മമാണ്. ആ കർമ്മത്തിന് ലഭിക്കുന്ന ഫലമാണ് കർമ്മഫലം. സ്വന്തം സന്തോഷത്തിനും ദുഃഖത്തിനും ഉത്തരവാദി മനുഷ്യൻ തന്നെയാണ്. അവനവൻ തന്നെയാണ് അവനവന്റെ നരകവും സ്വർഗവും സൃഷ്ടിക്കുന്നത്. ഭഗവാൻ പഠിപ്പിക്കുന്നത്
നമ്മുടെ സന്തോഷവും ദുഃഖവും മറ്റാരും സൃഷ്ടിക്കുന്നതല്ല എന്നാണ്. നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും ചേർന്നാണ് നമ്മുടെ ഭാവി രൂപപ്പെടുന്നത്. അതിനാൽ ഓരോ നിമിഷവും നാം ചോദിക്കണം, എൻ്റെ ചിന്ത ശുദ്ധമാണോ? എൻ്റെ വാക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണോ? എൻ്റെ പ്രവൃത്തി കരുണ നിറഞ്ഞതാണോ? ഇങ്ങനെ ജീവിക്കുമ്പോൾ മനസ്സ് ക്രമേണ നിർമ്മലമാവുകയും ദുഃഖം കുറയുകയും ചെയ്യും. സാധു സാധു സാധു. ഭവതു സബ്ബമംഗളം. ഈ ഗാഥയുടെ സന്ദേശം പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് പകർത്താൻ ശ്രമിക്കാം. ഓരോ ദിവസവും മൈത്രി ഭാവന അഭ്യസിക്കുക. മറ്റുള്ളവരോട് സൗമ്യമായി സംസാരിക്കാൻ ശ്രമിക്കുക. ദാനം, സേവനം, കരുണ എന്നിവ ജീവിതത്തിന്റെ ഭാഗമാക്കുക. മനസ്സിൽ കോപമുയരുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് വിട്ടുകളയാൻ പരിശീലിക്കുക. ധ്യാനത്തിലൂടെ മനസ്സിനെ പ്രസന്നവും ഏകാഗ്രവുമാക്കുക. ഈ ഗാഥ പഠിപ്പിക്കുന്നത് ശുദ്ധമായ മനസ്സിൽ നിന്ന് ഉദിക്കുന്ന വാക്കുകളും പ്രവൃത്തികളും സുഖത്തിലേക്ക് നയിക്കുന്നു. നിഴൽ ശരീരത്തെ വിട്ടുപോകാത്തതുപോലെ കുശലകർമ്മങ്ങളുടെ ഫലമായ സുഖവും ശുദ്ധചിത്തമുള്ളവനെ വിട്ടുപോകുകയില്ല.